കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 ബിസിനസ് ആശയങ്ങളെന്ന്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ് ആശയം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത ഒരു ആശയത്തിൻ്റെ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് 6 മന്ത്സിലേക്ക് നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ. വളരെ കൃത്യമായിട്ട് പറയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞ 1 മില്യൺ ആൾക്കാരാണ് ഒരു മാസം കാണുന്നത്. പക്ഷേ സബ്സ്ക്രൈബും ചെയ്യുന്ന ആൾക്കാർ 4000-5000 ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം ഒരു വീഡിയോ എടുക്കുന്നതിന് എത്രമാത്രം എഫേർട്ടുകൾ എടുക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അപ്രിസിയേഷൻ എന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കും ഇതേപോലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയോജനം. ഒട്ടും താമസിക്കുന്നില്ല. വെൽക്കം ടു വീഡിയോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 2 പ്രധാനപ്പെട്ട ഇൻകം ജനറേറ്റിംഗ് ₹1 ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ കൃത്യമായിട്ടുള്ള ലേണിംഗ്സും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസും അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ സ്കില്ലും കൂടെ നിങ്ങൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ബിസിനസ്സാണ്. നിങ്ങൾക്കറിയാം കണ്ടന്റ് ജനറേഷനുള്ള സെഗ്മെന്റിലേക്കാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. കണ്ടന്റ് ജനറേഷനിൽ നിങ്ങൾക്ക് ₹1 ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 സ്ട്രീമുകളാണ് ബ്ലോഗിംഗ് ആൻഡ് വ്ളോഗിംഗ്. വ്ളോഗിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം യൂട്യൂബ് ചാനൽ വീഡിയോസ്, ഫേസ്ബുക്ക് വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ ആൾക്കാർ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക, ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്ലോഗിംഗ്, എഴുത്തുകളിലൂടെ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എഴുത്തുകളിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നത് പഠിക്കാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലൂടെ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ പഠിക്കാം. വളരെ സീരിയസ് ആയിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് ഇതിനെക്കുറിച്ച് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി മാനേജാൻ പറ്റും. നമ്മൾ ബ്ലോഗിംഗ് ആണ് ആദ്യം പറയുന്നത്. ബ്ലോഗിങ്ങിനകത്ത് നിങ്ങൾക്കറിയാം, ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഗൂഗിൾ എടുത്ത് നോക്കുക. ഗൂഗിൾ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ബട്ടൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഇങ്ങനെ വന്ന് കിടക്കുന്നത് ഗൂഗിൾ സജസ്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ്. ഇതൊക്കെ ആരാണ് എഴുതുന്നത്? തീർച്ചയായിട്ടും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ള ആൾക്കാരാണ് എഴുതുന്നത്. നിങ്ങൾക്കും അത്തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ള, നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉള്ള, നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനലാണ്. ബിസിനസ് ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഴുത്ത് ഞാൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് എൻ്റെ ബ്ലോഗാണ്, ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോഗാണ്. വിത്ത് സപ്പോർട്ട് ഓഫ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കൂടിയിട്ടാണ് ചെയ്തത്. പക്ഷേ എന്താണ് ചെയ്യുന്നത്? ബിസിനസ് ആശയങ്ങൾ നമ്മൾ ഇങ്ങനെ എഴുതി വിടുകയാണ് ചെയ്യുന്നത്. എഴുതി വിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമുള്ളത്? തീർച്ചയായിട്ടും ഈ ബിസിനസ് ആശയങ്ങളിൽ ഒരു വാല്യൂ ഉണ്ട്. കാരണം ആ ബിസിനസ് ആശയങ്ങൾ വെറുതെ നമ്മൾ എഴുതിയിടുന്നതല്ല, ഒരുപാട് റിസർച്ച് ചെയ്ത് ആൾക്കാർക്ക് എങ്ങനെ പറ്റും, ആൾക്കാർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നത്. ഈ ആർട്ടിക്കിൾസ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഫ്രണ്ടിലും സൈഡിലും മുകളിലൊക്കെ ആഡ് വരും. ഈ ആഡാണ് റവന്യൂ ആയിട്ട് മാറുന്നത്. മനസ്സിലായി? അപ്പോൾ എത്രത്തോളം ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നു അത്രത്തോളം ആഡുകൾ കാണിക്കുകയും ആ ആഡുകളിൽ നിന്നും റവന്യൂ കിട്ടുകയും ചെയ്യും. ഇതാണ് ബ്ലോഗിങ്ങിൽ റവന്യൂ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം. നമ്പർ 1. ബ്ലോഗിങ്ങിൽ റവന്യൂ ഉണ്ടാക്കാനുള്ള നമ്പർ 2, രണ്ടാമത്തെ മാർഗ്ഗം വെച്ചാൽ സ്പോൺസേർഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ എഴുതാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനീനെ കുറിച്ചിട്ട് എൻഡോസ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമ്പനി നിങ്ങൾക്ക് പേ ചെയ്യും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് വേണ്ടത്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെഗ്മെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ സെഗ്മെന്റിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. പിക്ചർ രൂപത്തിലും അല്ലെങ്കിൽ നല്ല എഴുത്തുകളുടെ രൂപത്തിൽ കണ്ടന്റ്. അപ്പോൾ നിങ്ങൾ വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ കണ്ടന്റ് എഴുതാം. പക്ഷേ ഇത് നമ്മൾ എവിടെ എഴുതും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഈ എഴുതുന്നത് നിങ്ങൾ വെച്ചാൽ ബ്ലോഗർ എന്നുള്ള സൈറ്റ് നിങ്ങൾക്ക് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാം. ബ്ലോഗറാണ് ഗൂഗിളിൻ്റെ തന്നെ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ് ബ്ലോഗറിൽ നിങ്ങൾക്ക് എഴുതാൻ പഠിക്കാം, എങ്ങനെയാണ് ബ്ലോഗിംഗ് എഴുതണമെന്ന് പഠിക്കാം. അതിനുശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. നെക്സ്റ്റ് ലെവലാണ് വേർഡ്പ്രസ്സിലാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് നല്ല രീതിയിലുള്ള ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണം? ചെറിയൊരു എക്സ്പേർട്ടിൻ്റെ സഹായം വേണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു പേര് വേണം, നിങ്ങളുടെ ബ്ലോഗിൻ്റെ ആർട്ടിക്കിളിൻ്റെ പേര് വേണം. ഈ സാധനം നമ്മളൊക്കെ ഈ കണ്ടന്റുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോഗ് ഉണ്ടാക്കാൻ പറ്റും. ഇത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഒരു ബ്ലോഗ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വേർഡ്പ്രസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് ഗൂഗിൾ നോക്കി പഠിക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. നിങ്ങൾക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഒരു 5,000-6,000 റുപ്പീസിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻ്റെ ടീം മെമ്പേഴ്സ് എൻ്റെ ബ്ലോഗിങ് സൈറ്റ് സെറ്റാക്കി തരും. സൈറ്റ് സെറ്റാക്കി തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് വേണ്ടതുണ്ട്. അതിനകത്ത് കണ്ടന്റ് ആഡ് ചെയ്യാണ് വേണ്ടത്. കണ്ടന്റ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. മിനിമം 300 to 800 വേർഡ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സുകൾ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ബ്ലോഗ് ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൾക്കും വേണ്ടാത്ത കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ കണ്ടന്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ഓപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് നിങ്ങളിലുണ്ടോ, എത്രമാത്രം ഉണ്ടോ, നിങ്ങളിൽ പ്ലാഗിനിസം ഉണ്ടോ എന്നുള്ളതും നിങ്ങളുടെ ആർട്ടിക്കിൾസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ബ്ലോഗ് പബ്ലിഷ് ചെയ്യും.
കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സും നിങ്ങളതിൽ ആർട്ടിക്കിൾ ബ്ലോഗും ഓൾമോസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ആർട്ടിക്കിൾ ഇതേപോലെ കാണിക്കാൻ തുടങ്ങും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ആഡ്സ് വരാൻ തുടങ്ങും. ഇങ്ങനെയാണ് റവന്യൂ ജനറേഷൻ തുടങ്ങുന്നത്. ഇതാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഒരു നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഡൗൺ ദ ലൈൻ നിങ്ങളൊരു 6 months 7 months ഒക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ബ്ലോഗ്സ് ഉണ്ടാകും. നിങ്ങളുടെ എടുത്ത സെഗ്മെൻറ്റിൽ തന്നെ നിങ്ങളുടെ ടോപ്പ് പെർഫോമറായിട്ട് മാറും. നിങ്ങളുടെ ഒരുപാട് കീവേഡ്സ് നിങ്ങളുടെ ആർട്ടിക്കിൾ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ആൾക്കാർ വരികയും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റവന്യൂ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ബ്ലോഗിംഗ് ഒരു 10-20 ബ്ലോഗ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ എലിജിബിലിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ സൈറ്റ് എല്ലാം പ്രിപ്പയർ ആണെങ്കിൽ ഗൂഗിൾ അത് റിവ്യൂ ചെയ്യും. ഗൂഗിൾ അത് അപ് ടു ദ മാർക്ക് ആണെങ്കിൽ അപ്രൂവ് ചെയ്യും. അപ് ടു ദ മാർക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്ലോഗിംഗ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ, ഐ ക്യാൻ ഹെൽപ്പ് യു. ഇതാണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്ളോഗിംഗ് ആണ്. വീഡിയോ രൂപത്തിൽ കണ്ടന്റ് പ്രസൻറ്റ് ചെയ്യുന്നതാണ് വ്ളോഗിംഗ് എന്ന് പറയുക. നിങ്ങൾക്കറിയാം പല സെഗ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിലും ഫേസ്ബുക്ക് ചാനലാണെങ്കിലൊക്കെ 2 തരത്തിലുള്ള വീഡിയോ കണ്ടന്റുകളാണ് ആൾക്കാർ ഇഷ്ടപ്പെടുക. ഒന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റാണ്, രണ്ടാമത്തത് ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറയുക. അത് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ. അപ്പോൾ നിങ്ങൾ ഏത് സെഗ്മെൻറ്റിലാണ് ചൂസ് ചെയ്യുന്നത് നോക്കുക. ഇൻഫോർടൈൻമെൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ആൾക്കാർക്ക് വാല്യൂ കൊടുക്കണം. നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ആൾക്കാരെ ചിരിപ്പിക്കാനും ആൾക്കാരെ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം. ഏത് കണ്ടന്റ് ആയി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഒരു കണ്ടന്റിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു എൻഗേജിങ് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വാച്ച് ചെയ്യുള്ളൂ. ഒരു എൻഗേജിങ് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വ്യൂ ചെയ്യുള്ളൂ. ഒരു എൻഗേജിങ് തംബ്നെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ക്ലിക്ക് ചെയ്യുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വ്ളോഗിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാഷൻ, ഒരു സൈഡ് പാഷൻ ഉണ്ട്, ആൾക്കാർക്ക് എന്താണോ വേണ്ടത് അടുത്തത്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു നല്ലൊരു വ്ളോഗിങ് സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗിങ് സൈറ്റ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിലും ഫേസ്ബുക്ക് ചാനലാണെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 10 വീഡിയോസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന 10 വീഡിയോസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ആണെങ്കിൽ ഇടുക്കി, മൂന്നാർ, തേനി, കോട്ടയം, കുമരകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ട്രാവൽ വ്ളോഗ് കോട്ടയം, ട്രാവൽ വ്ളോഗ് കുമരകം, ട്രാവൽ വ്ളോഗ് കണ്ണൂർ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇനി ആരെങ്കിലും ട്രാവൽ വ്ളോഗ് കണ്ണൂർ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ വ്ളോഗ് നിങ്ങൾ അടുത്തേക്ക് വരും. മറിച്ച് നിങ്ങൾ ഇന്നൊരു ട്രാവൽ വ്ളോഗ് ഇട്ടു, നാളെ ഒരു കുക്കിംഗ് വ്ളോഗ് ഇട്ടു, മറ്റന്നാൾ നിങ്ങൾ എങ്ങനെ ഒരു അൺബോക്സിങ് ചെയ്യാന്നുള്ള വീഡിയോ ഇട്ടു, യൂട്യൂബ് അൽഗോരിതത്തിന് അങ്ങ് കൺഫ്യൂസ് ആവും. ഇയാൾ എന്താണ് ഇയാളുടെ ഓഡിയൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇയാൾ ഏത് ടൈപ്പ് ആൾക്കാരാണ്. അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ഫ്രം സ്ക്രാച്ച് ഇത് പൊന്തി വരാൻ വേണ്ടി കുറേ ടൈം എടുക്കും. അതിന് പകരം നിങ്ങൾ ഒരു സെഗ്മെൻറ്റിൽ കൂടുതൽ ഡീപ്പായിട്ട് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി. ഇതിനെക്കുറിച്ചിട്ടും കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് മീ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു ബെറ്റർ. തീർച്ചയായിട്ടും ഇതിൻ്റെ കുറച്ച് ആൾക്കാരെ ഞാൻ നർച്ചർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് ബ്ലോഗർ ആവാനും താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കം ടു മൈ ക്ലാസ്. ഞാനൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിക്കുന്നുണ്ട്. ആ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എങ്ങനെയാണ് ബ്ലോഗിങ്. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ പറഞ്ഞു. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആഡ് വഴി നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം. നിങ്ങൾ ടെക്നിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്, നിങ്ങളൊരു ട്രൈപോഡിനും അതേപോലെ തന്നെ നിങ്ങളുടെ ഓൾറെഡി കയ്യിലുള്ള ക്യാമറ ആണ് നല്ലതാണെങ്കിൽ ആ ക്യാമറയ്ക്കും വേണ്ടി മാത്രമേ നിങ്ങൾ ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൂട്ടില്ല. പക്ഷേ ബാക്കിയുള്ളത് നിങ്ങളുടെ എഫേർട്ട് എന്ന് പറയുന്നത് അത് നിങ്ങൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡൗൺ ദ ലൈൻ ഒരു ഓവർനൈറ്റ് കൊണ്ടും 2 ഓവർനൈറ്റ് കൊണ്ടും 3 ഓവർനൈറ്റ് കൊണ്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. പക്ഷേ ഡൗൺ ദ ലൈൻ ഇഫ് യു ഡു എ കൺസിസ്റ്റൻസി, ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഈ ഗൂഗിൾ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും കൺസിസ്റ്റൻസിനെ റിവാർഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റ് ഇടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് റെക്കമെൻഡേഷനായിട്ട് പോവുകയും ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുകയും അങ്ങനെ നല്ല റീച്ച് കിട്ടുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ആ കണ്ടന്റ് വഴി നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ സംഭവത്തിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ മൈ ക്ലാസ്. അതേപോലെ തന്നെ ഇതിനെക്കാട്ടും ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഇൻകം ജനറേഷൻ മാർഗ്ഗമാണ്. തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റിയാണ്, പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഈ വ്ളോഗിംഗ് എന്ന് പറയുന്നത്. ഞാനിത് പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് പ്രൂവ് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തിരി സംസാരിക്കുന്നത്. ഇനിയും നല്ല ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആഴ്ച വരുന്നവരെ നന്ദി, നമസ്കാരം.